നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല എല്ലാവർക്കും. ഞാനിപ്പോൾ വന്നത് നമ്മളെ മഞ്ജു പിള്ളൻ്റെ മകളുടെ കാര്യങ്ങൾ കുറേയൊക്കെ നോക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ആൾക്കാരൊക്കെ ഷെഫീന ബേബി ഒരു ഇത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി തിന്നുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഇത് പറയാൻ വേണ്ടി വന്ന കേട്ടോ. നിങ്ങൾ ഞാനും ആ കാര്യത്തിൽ ഞാൻ പറയട്ടോ, നിങ്ങൾ എതിർക്കുമ്പോണ്ടല്ലോ, നിങ്ങൾ ഈ എതിർക്കുന്നതിൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയാം കേട്ടോ. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ ആരെ ഇട്ട പെണ്ണിനെ. നമുക്ക് അതിനൊന്നും താല്പര്യമൊന്നുമില്ല കേട്ടോ. അവരുടെ ഇഷ്ടമായിരിക്കാം, ശരിയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം മോശമായിപ്പോയി എന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ സഫീന ബീവി എതിർക്കുന്നതോട് നിങ്ങളൊരു കാര്യം പറ്റും. നിങ്ങൾ ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോണ്ടല്ലോ, നിങ്ങളും അതേ ഡ്രസ്സിൽ, ഈ പെണ്ണുങ്ങളാണെങ്കിൽ അതേ ഡ്രസ്സിലിട്ട് വന്നിരുന്നിങ്ങോട്ട് പണ്ട് ചുംബന സമരമൊക്കെ ഉണ്ടായിട്ട് ആ സമയത്തൊക്കെ ചെയ്തില്ലേ, അങ്ങനെ വന്നിങ്ങാണ്ട് നിങ്ങളും ചുംബന സമരത്തിൽ ചുംബിച്ചിങ്ങാണ്ട്, ഭർത്തക സമരത്തിന് അതുപോലെ ഡ്രസ്സ് ഇട്ടുങ്ങാണ്ടും അങ്ങനെയൊക്കെ ഭർത്താവ് കൊണ്ട് മറിച്ച് കണ്ടൊക്കെ വന്ന കുറേ സംഭവങ്ങളുണ്ടായില്ലേ. അതുപോലെ നിങ്ങളും അതുപോലെ ഡ്രസ്സ് വാങ്ങിയിട്ടിട്ട് വന്നിങ്ങാണ്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ ഷെഡിൽ മാത്രം നിന്നുങ്ങാണ്ടൊക്കെ വൾഗറായിങ്ങാണ്ടൊക്കെ ചെയ്യും. അങ്ങനെ ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? 2026 ഇത് എവിടെയാണ് നിൽക്കുന്നത്? ഇത് 2026 കഴിഞ്ഞാൽ തുണി വെച്ചിട്ട് നടക്കാമെന്ന് വല്ലതും ഉണ്ടോ? നാണക്കേട് എപ്പോഴും നാണക്കേട് തന്നെയാണ് കേട്ടോ. അതുള്ളവർക്ക് അല്ലാതെ ഈ 2027 28 29 2030 കഴിഞ്ഞാൽ എന്താ നിങ്ങളൊക്കെ തുണിയില്ലാതെ നടക്കുമോ? റോട്ടിൽ വിഭജിക്കുമോ? കൊല്ലത്തിന് കൂട്ടുപിടിച്ചിങ്ങാണ്ട് ഇച്ചിരി സംഭവം ചെയ്ത ഒരു നാണക്കേടുള്ളൊരു കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ കൊല്ലത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നത്. മറ്റേ ശിലായുഗത്തേക്ക് പോകുകയാണോ? പണ്ട് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഇല വെച്ചിരുന്നത്, ഇപ്പം ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഇലയുടെ ഭാഗത്ത് തുണി വെച്ചിട്ട് അത് ആ സ്ത്രീ ഒന്ന് കാണിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സല്ലേ ഇടുന്നത്, ഇഷ്ടമുള്ള ഡ്രസ്സ് തന്നെ ഇടലും എല്ലാവരും എന്ന് വെച്ച് ഇങ്ങോട്ട് ഞാൻ പിന്നെ ഇവരൊക്കെ സെലിബ്രിറ്റി അല്ലേ ഷെഫീന, അവർ ഇടും ചിലപ്പോൾ നൂൽബന്ധം മാത്രം വെച്ചിങ്ങാണ്ട് നടക്കും. അങ്ങനെ വിട്ടാൽ പോരായിരുന്നോ? അവരൊക്കെ ഈ പണം ഉണ്ടെങ്കിൽ നാണം ആ പണം മറക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പം സജനയുടെ കേസ് തന്നെ കണ്ടില്ലേ, എന്താണത്? ഇപ്പം എന്താണ് എല്ലാവരും പറയുന്നുണ്ടോ? അതൊക്കെ വിട്ടാൽ മതിയായിരുന്നു. പിന്നെ കണ്ടൻറ്റ് ഡോളർ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാണണ്ടേ, കാഴ്ചക്കാർ വേണ്ടേ? എന്താ ചെയ്യുക? എല്ലാവർക്കും അവളൊരു കണ്ടൻറ്റായി ഒരു ഭാഗത്ത് കൂടെ നോക്കിയാൽ അവൾക്ക് ആ കുട്ടി ഇപ്പോൾ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തും പറഞ്ഞാൽ കേസ് കൊടുക്കുക? ഞാനത് ആലോചിക്കുന്നത്. എന്നെക്കുറിച്ച് അങ്ങനെ എങ്ങനെ പറഞ്ഞു ഞാൻ എന്താ പറയുക, അതൊക്കെ ജോണി വാക്കറാക്കി കിട്ടുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനത്തെ ഡ്രസ്സല്ലേ അത്? ഞാനൊന്നും പറയുന്നില്ല, നമ്മളെ കേസ് കൊടുത്തിട്ട് നാട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക, അതുപോലെ ചെയ്യുക. പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതുപോലെ ഡ്രസ്സ് വാങ്ങിയിട്ടിട്ട് നിൽക്കുക. അതാണ് സപ്പോർട്ട്. അത് നാവട്ടലക്കല്ല. അവൻ്റെ വീട്ടിലുണ്ടാകുമ്പോഴാണ് ആണുങ്ങളായാലും സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങൾക്കും അല്ലെങ്കിൽ ആണുങ്ങൾ നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾക്കും എന്താ മനുഷ്യന്ന് പെണ്ണുങ്ങളും പറയുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ ഒരു കണ്ടൻറ്റ് കിട്ടുമ്പം ഒരാൾക്കെതിരെ നിൽക്കുമ്പോൾ സ്വഭാവമാണത്. എന്നാൽ ശരി, നമസ്കാരം. വിക്കി വെച്ചെങ്ങനെ പറയാ? സംഭവം ഒന്നുമില്ല. നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. ശരി എന്നാ.